വെറും 7 ദിവസം കൊണ്ട് നിന്റെ നടക്കാത്ത ഏതൊരു കാര്യവും നടന്നു കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള 7 ദിക്റുകൾ. ഈ ദിക്റുകൾ ചൊല്ലി പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താൽ നിന്റെ നടക്കാത്ത ഏത് സ്വപ്നവും നടന്നു കിട്ടും. എന്ത് ആഗ്രഹമാണോ അത് നടന്നു കിട്ടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ച അത്ഭുതകരമായിട്ടുള്ള 7 ദിക്റുകൾ, അത്ഭുത കലവറയായിട്ടുള്ള ഒരു 7 ദിക്റുകൾ വെറും ഒരാഴ്ച കൊണ്ട് നിന്റെ നടക്കാത്ത സ്വപ്നം പോവണിയും. അത്ഭുതകരമായിട്ടുള്ള 7 ദിക്റുകളുടെ കലവറ ഏതെന്നറിയണ്ടേ? ഇൻഷാ അല്ലാഹ് മജ്ലിസിനെ പരിപൂർണമായി കണ്ടാൽ ഏത് സമയത്താണ് ചൊല്ലേണ്ടത്, ഏത് ദിവസങ്ങളിൽ ഏതെല്ലാം ദിക്റുകളാണ് ചൊല്ലേണ്ടത് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുത്തുമിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വെറും 7 ദിവസങ്ങൾ കൊണ്ട് നിന്റെ നടക്കാത്ത സ്വപ്നം പോവണിയും, നിന്റെ ആഗ്രഹങ്ങൾ പോവണിയാൻ ഈ 7 ദിവസം കൊണ്ട്, ഈ 7 ദിവസം ഈ ദിക്റുകൾ ചൊല്ലിയാൽ മതി. ഈ ദിക്റുകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ നിന്റെ നടക്കാത്ത ഏത് ആഗ്രഹം നടന്നു കിട്ടും. നിന്റെ കടങ്ങൾ വീഴണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ 7 ദിക്റുകൾ ചൊല്ലി ദുആ ചെയ്യ്. മകന്റെ കല്യാണക്കാരും റെഡിയാവണമെന്ന് നിനക്ക് കൊതിയുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ദിക്റ് ചൊല്ലി, ഈ ദിക്റ് ചൊല്ലി. വിവാഹങ്ങൾ റെഡിയാവാൻ, ജോലി റെഡിയാവാൻ, ഒരു വീടെന്ന സ്വപ്നം പൂവണിയാൻ, ഏത് കാര്യത്തിനും ഈ ദിക്റ് കൊണ്ട് അമലെടുക്കാം. നിന്റെ ഏത് ആഗ്രഹവും നമ്മൾ പറയാറുണ്ട്, ഈ ആഗ്രഹം നടക്കൂല, ഞാൻ വെറുതെയാണ് ഇത്തരം കാര്യങ്ങൾ സ്വപ്നം കാണുന്നത്, എന്നെക്കൊണ്ട് ഇതൊന്നും കഴിയൂല എന്ന് പറഞ്ഞ് നമ്മൾ വഴിയിൽ ഉപേക്ഷിച്ച ധാരാളം സ്വപ്നങ്ങളുണ്ട്, നടക്കാത്ത ധാരാളം ആഗ്രഹങ്ങൾ. ഭർത്താവ് നന്നായി കാണണം, തങ്ങളെ ഭർത്താവ് നന്നായി കാണണം, വളരെ മോശമായിട്ടുള്ള സ്വഭാവമാണ്, ഞങ്ങൾ നോക്കാറില്ല. ഭർത്താവ് റാഹത്താവാൻ, സ്നേഹത്തിലാവാൻ, മക്കൾ നന്നാവാൻ, ഏതൊരു കാര്യത്തിനും ഈ 7 ദിക്റുകൾ ഈ 7 ദിവസം ചൊല്ലി ദുആ ചെയ്താൽ നിന്റെ ഏത് ആഗ്രഹങ്ങളും നടന്നു കിട്ടുമെന്ന് മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ച അത്ഭുതകരമായിട്ടുള്ള ദിക്റ്. ഇൻഷാ അല്ലാഹ് ഏതെല്ലാം ദിവസങ്ങളിൽ ഏതെല്ലാം ദിക്റുകളാണ് നമ്മൾ ചൊല്ലേണ്ടത് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് കാര്യം പറയുന്നതിന് മുമ്പ്, ആ ദിക്റുകൾ പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചുകൊണ്ട് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ. തങ്ങളെ ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തിലാണ്, ശൈത്വാനിയത്തിന്റെ ഉപദ്രവത്തിലാണ്, സിഹർ സംബന്ധമായ പ്രയാസത്തിലാണ്, അങ്ങനെ ധാരാളം വിഷയങ്ങൾ, ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ധാരാളം ആളുകൾ, മൂർത്തിയുടെ പ്രയാസങ്ങൾ, ചേക്കുട്ടിപ്പാപ്പയുടെ പ്രയാസങ്ങൾ, അങ്ങനെ ധാരാളം വിഷയങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. വീടും ഭൂമിയിലുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ, അവരൊക്കെ നമ്മുമായി ബന്ധപ്പെടാറുണ്ട്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടമിൽ വന്നുകൊണ്ട് അതിൻ്റെ പരിഹാരങ്ങൾ തേടുന്നവർ, ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ, ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ സകലമാന പ്രയാസങ്ങളും എടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവിനെ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ വലിയ ഹൈറ് നൽകണം അല്ലാഹ്. ഹൈറാത്തുകൾ അല്ലാഹ് ഞങ്ങൾക്ക് ഇനി അടുപ്പിച്ചിട്ട് നൽകണം അല്ലാഹ്, അടുപ്പിച്ച് തരണം അല്ലാഹ്. അള്ളാഹുവേ ഹൈറിന്റെ കവാടങ്ങൾ അല്ലാഹ് ഞങ്ങളെ കൊണ്ട് നീ തുറന്നിട്ട് നൽകണം അല്ലാഹ്, തുറന്നിട്ട് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ് ഒന്നാമത്തെ ദിവസം, ആദ്യത്തെ ദിവസം? ഏത് ദിവസത്തിലാണ് ഞങ്ങൾ തുടങ്ങേണ്ടത്? പീരീഡ്സുള്ള സ്ത്രീകൾ അത് ശുദ്ധിയായിട്ട് ഇൻഷാ അല്ലാഹ് തുടങ്ങുക. വെറും 7 ദിവസമുള്ളൂ. ആദ്യത്തെ ദിവസം വ്യാഴാഴ്ച, അതായത് വെള്ളിയാഴ്ച രാവിലെ ഒന്നിക്ക് നിങ്ങൾക്ക് സുബ്ഹിന്റെ ശേഷം അല്ലെങ്കിൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ നല്ല സമയം. ഇത് രണ്ടും നല്ല പെർഫെക്റ്റായി അമൽ ചെയ്യാനുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമയമാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ച ഈ 2 സമയങ്ങൾ നമുക്ക് അമലെടുക്കാം. ഒന്നാമത് വ്യാഴാഴ്ച ദിവസം തുടങ്ങാം.
100 പ്രാവശ്യം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ 100 പ്രാവശ്യം ചൊല്ല. പിന്നീട് സൂറത്തു ആൽ ഇംറാൻ പരിപൂർണമായി പാരായണം ചെയ്യാം. സൂറത്തു ആൽ ഇംറാൻ പരിപൂർണമായി പാരായണം ചെയ്യാം. 1-ാമത്തെ ദിവസം കഴിഞ്ഞ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് തർത്തീബായിട്ട് കൊണ്ടുവരണം. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം വ്യാഴാഴ്ച ചെയ്ത് വെള്ളിയാഴ്ച ചെയ്തില്ല, പറ്റൂല. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു സമയം നമ്മൾ തിരഞ്ഞെടുക്കണം. 7 ദിവസം തർത്തീബായി ചെയ്യാൻ പറ്റിയ ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുക്കണം. അതിൻ്റെ ഇടയിൽ കല്യാണം പറ്റൂല, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വീട്ടിൽ കൂടൽ, അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷന് പോവാണ്ട് പറ്റൂല. ഒരു 7 ദിവസം ഇതിനായിട്ട് തന്നെ മെനക്കിടുക. 1-ാമത്തെ ദിവസം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ 100 പ്രാവശ്യം. പിന്നീട് സൂറത്തു ആൽ ഇംറാൻ പാരായണം ചെയ്യുക, പരിപൂർണമായി പാരായണം ചെയ്യുക. 2-ാമത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം ഒരു 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലാം, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ചൊല്ലാം. 100 പ്രാവശ്യം ചൊല്ല, 100 പ്രാവശ്യം. പിന്നീട് 3-ാമത്തെ ദിവസം ശനിയാഴ്ച ദിവസം 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദിക്റിന്റെ ഒരു കൂട്ടം നമുക്ക് അറിയുന്ന ദിക്റുകളാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ നമുക്ക് അറിയുന്നതാണ്. ഇസ്തിഗ്ഫാർ നമുക്കറിയാം, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി നമുക്കറിയാം. പിന്നെയോ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഒരു 100 പ്രാവശ്യം. 3-ാമത്തെ ദിവസം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. 4-ാമത്തെ ദിവസം ഞായറാഴ്ച ദിവസം 4 ഇസ്മുകൾ അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പവർഫുൾ ആയിട്ടുള്ള 4 ഇസ്മുകൾ, അത് മഹാന്മാര് ക്രോഡീകരിച്ച പവർഫുൾ ആയിട്ടുള്ള ഉത്തരം ഉറപ്പായിട്ടുള്ള 4 ഇസ്മുകൾ. ഏതൊക്കെയാണ് 4 ഇസ്മുകൾ? 4 100 പ്രാവശ്യം. യാ അനിയു യാ അല്ലാഹ് 100 പ്രാവശ്യം. യാ വഹാബ് യാ അല്ലാഹ് 100 പ്രാവശ്യം. യാ റസാഖ് യാ അല്ലാഹ് 100 പ്രാവശ്യം. പിന്നീട് യാ ഫത്താഹ് യാ അല്ലാഹ് 100 പ്രാവശ്യം. ഈ 4 ഇസ്മുകൾ 100 പ്രാവശ്യം ചൊല്ലുക. 5-ാമത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം അതുപോലെ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മുകൾ 111 പ്രാവശ്യം. ശ്രദ്ധിച്ചു, ഓരോരോ എണ്ണങ്ങൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഞാനിവിടെ എഴുതുന്നുണ്ട്. 111 പ്രാവശ്യം യാ ലത്തീഫ് യാ അല്ലാഹ്. പിന്നെയോ യാ വദൂദ് യാ അല്ലാഹ്. ഈ ഇസ്മുകൾ പവർഫുൾ ആണ്, ചൊല്ലിയാൽ ഉത്തരം ഉറപ്പാണ്. ഈ 2 ദിവസങ്ങൾ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മുകളാണ് നമ്മൾ ചൊല്ലേണ്ടത്. 6-ാമത്തെ ദിവസം ചൊവ്വാഴ്ച ദിവസം ഈ ഒരു ആയത്ത് റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ ഒരു 100 പ്രാവശ്യം നമ്മൾ ചൊല്ലുക. 100 പ്രാവശ്യം. 7-ാമത്തെ ദിവസം അവസാനത്തെ ദിവസം ബുധനാഴ്ച ദിവസം നമ്മളൊരാഴ്ച റൗണ്ട് ചെയ്തു അല്ലേ. അവസാനത്തെ ദിവസം ബുധനാഴ്ച ദിവസം അല്ലാഹുവിൽ നമ്മൾ ശുക്ർ ചെയ്യുക. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുവിൽ നമ്മൾ ശുക്ർ ചെയ്ത് 2 കരങ്ങൾ അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് അവിടുന്ന് ദുആ ചെയ്യുക. നമ്മൾ ആവശ്യം പറഞ്ഞുകൊണ്ട്, നമ്മളെ നീറുന്ന നോവുന്ന 100 പ്രയാസങ്ങൾ ഉണ്ടാവൂലേ. കടങ്ങളുള്ളവര് വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും അകപ്പെട്ടു പോയവര്, ധാരാളം രോഗികൾ, ഈ രോഗത്തിൽ നിന്നൊക്കെ വലിയൊരു ശിഫാ കിട്ടാൻ, കടങ്ങൾ വീടി റാഹത്തിലാവാൻ, ബിസിനസ്സിൽ വലിയ പുരോഗതി ഉണ്ടാവാൻ, കച്ചവടത്തിൽ വലിയ പുരോഗതി ഉണ്ടാവാൻ, ഭർത്താവിൻ്റെ ജോലിയിൽ വലിയ പുരോഗതിയും വലിയ ബർക്കത്തുണ്ടാവാൻ, മക്കളെ പഠനത്തിൽ വലിയ റാഹത്തുണ്ടാവാൻ, നിങ്ങൾ എന്ത് കാര്യങ്ങളാണെങ്കിലും മക്കൾക്ക് ഹൈറായി ഇണകളെ കിട്ടാൻ, അല്ലെങ്കിൽ സ്വയം ഇണകളെ കിട്ടാൻ, നല്ലൊരു ഹൈറായൊരു വിവാഹങ്ങൾ അടുത്ത് കിട്ടാൻ, വീടെന്ന സ്വപ്നം പൂവണിയാൻ, അങ്ങനെ 100 പ്രയാസങ്ങൾ, 100 ദുആവസിയത്തുകൾ അറിയിക്കുന്നവർ എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട്, എല്ലാം മനസ്സിൽ കരുതിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യ്. അല്ലാഹുവേ, ഞാൻ ചൊല്ലിയ ദിക്റുകൾ, ഞാൻ ചൊല്ലിയ ഇസ്തിഗ്ഫാറുകൾ അല്ലാഹു നീ സ്വീകരിക്കണം. അല്ലാഹ് നീ ഉത്തരം നൽകണം. അല്ലാഹ്
നീ ഉത്തരം നൽകണം അല്ലാ. ഇങ്ങനെ ദുആ ചെയ്താൽ, ഇതുപോലെ നിങ്ങൾ 7 ദിവസം ചെയ്ത് ചൊല്ലി ദുആ ചെയ്താൽ അള്ളാഹു തട്ടി മാറ്റൂല. ഇത് മുജറബാണ്. ധാരാളം ആളുകൾക്ക് ഇതുകൊണ്ട് വലിയ ഉത്തരം കിട്ടിയതാണ്. നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് ധാരാളം ആളുകൾ ഇത് ചെയ്ത് ഇതറിയാത്തവരിലേക്ക് എത്തിക്കാനാട്ടോ. ഇതിന് മുന്നേയും ഞാൻ ഒരു പ്രാവശ്യം ചെയ്തതാണ്. ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ ഈ ഒരു അമല്, ഒരു 7 ദിവസത്തെ ദിക്റുകൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മളെ കുറേ മുന്നേ. അത് ഏകദേശം 1.5 വർഷമായിട്ടുണ്ടാവും നമ്മൾ അമല് പറഞ്ഞിട്ട്. ധാരാളം ആളുകൾ ഇത് ചെയ്യാത്തവരുണ്ട്. ചെയ്തവരും വീണ്ടും ചെയ്യ്. ഉത്തരം കിട്ടാത്തവരുണ്ടെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ചെയ്താൽ ഉത്തരം തടയൂല. റബ്ബ് നിനക്കുള്ള ഉത്തരം തടയൂല. മുഅ്മിനീങ്ങളെ, ആത്മാർത്ഥതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഈ ദിക്റുകളെ കൊണ്ട് എൻ്റെ മുറാദ് ഹാസിലാവണം. ആര് മനസ്സോടുകൂടി ചെയ്തു നോക്കി. എല്ലാവർക്കും അതിനുള്ള ഇത് ചെയ്യാനുള്ള ഒരു ഇജാസിയത്ത് ഞാൻ തരികയാണ്. വീട്ടിലിരുന്ന് ചെയ്യ് എന്നെ നേരിട്ട് സ്വീകരിക്കും. അല്ലാഹു ഉത്തരം നൽകട്ടെ. നിന്റെ പ്രയാസങ്ങൾ മാറ്റി തരട്ടെ. ഇത് ചെയ്ത് വ്യാഴാഴ്ച കടം വീടോ 1 ലക്ഷം കടം വീടോ ഇല്ല. അതിനുള്ള മാർഗങ്ങൾ മെല്ലെ മെല്ലെ തുറന്നിട്ട് തരും അല്ലാഹു. പടച്ച തമ്പുരാൻ അതിൻ്റെ മാർഗങ്ങൾ തുറന്നിട്ട് തരും. അങ്ങനെ നമ്മളെ കാര്യങ്ങൾ ക്ലിയർ ആവുന്ന മുഅ്മിനീങ്ങളെ 7 ദിവസം കൊണ്ട് നിനക്ക് ഉത്തരം കിട്ടും. അല്ലാഹു നീ ഉത്തരം നൽകണം അല്ലാഹ്. നീ സ്വീകരിക്കണം അല്ലാഹ്. നീ കബൂലാക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു അമലിനെ, 7 ദിവസത്തെ അമലിനെ എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ചെയ്യാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ 5:45 മജ്‌ലിസ് എന്നും രാവിലെ എല്ലാവരും പങ്കെടുക്കുക. ദുആ വസിയത്തുകൾ ധാരാളമായി വരുന്നുണ്ട്. എല്ലാവരും അറിയിക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.